ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കില്ലാടിസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണസദ്യ സ്പെഷ്യൽ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുന്നേ ഞാൻ ബീട്രൂട്ട് പച്ചടിയുടെയും അതുപോലെ തന്നെ സദ്യയ്ക്കുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെല്ലാം വീഡിയോ കാണണം, അതിന് ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പോഴത്തേ പകുതി വേവിച്ച് വെച്ച പയറിനകത്തോട്ട് കുറച്ച് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും 4 പച്ചമുളകും കീറിയിട്ടിട്ട് ഒരു 4-5 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഇപ്പം കാണിച്ച ആ പയറിലെ അത് പകുതി വേവിച്ചതാണ് കേട്ടോ. ഒരു 3 വിസിലടിച്ച് വെന്ത പയറിനകത്തോട്ടാണ് നമ്മൾ അത് വീണ്ടും മത്തങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കരിയാപ്പലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുവേ. ആ സമയത്ത് നമുക്ക് അരപ്പും റെഡിയാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരണ്ടിയതും 4 വെളുത്തുള്ളിയും 4-5 ചെറിയുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് നരച്ചെടുക്കാം. ഈ ചെറിയ തരികളോട് കൂടി വേണം എരിശ്ശേരിക്ക് എപ്പോഴും അരച്ചെടുക്കാനായിട്ട്, അല്ലാതെ ഒത്തിരി പേസ്റ്റ് ആക്കി പോകരുത്. അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേവിച്ചെടുത്തത്. നന്നായിട്ട് ഉടഞ്ഞു വരും മത്തങ്ങ. പയറ് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്നും കിടക്കും തരിയായിട്ട്, ആ ഒരു രീതിയിൽ. അതുപോലെ ചെറിയ ചാറോട് കൂടിയിട്ടുള്ള എരിശ്ശേരിയാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ചാറ് വേണ്ടെങ്കിൽ തൊട്ട് കൂട്ടുന്ന പരുവത്തിനുള്ള രീതിയിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ചാറോട് കൂടി വെക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി നീട്ടിയെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഗ്യാസിലോട്ട് തന്നെ അത് തുറന്ന് വെച്ചിട്ട് കറിക്കകത്തോട്ട് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ അരപ്പിനകത്തോട്ട് നമുക്ക് ആ മിക്സിയുടെ ചാറിലെ ലാസ്റ്റ് കാണുമല്ലോ, അതിനകത്തോട്ട് തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇച്ചിരി കൂടെ നീട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വെക്കുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ തൊട്ട് കൂട്ടുന്ന ആ രീതി അതും ഇഷ്ടമാണ്, എന്നാലും നമുക്ക് ഒഴിച്ച് കൂട്ടുന്ന കറി ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ വേറൊരു കറിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് വെക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തേച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആദ്യത്തെ തിളച്ചൊന്നും വരത്തില്ലേ, ആ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. അത്രയും മതി കേട്ടോ. തേങ്ങ അരച്ച കറികൾ സാധാരണ ഞാൻ പറയാറുണ്ട് പല വീഡിയോയിലും തിളപ്പിക്കരുതെന്ന്, പക്ഷേ എരിശ്ശേരിക്ക് നേരെ തിരിച്ചാണ്. ഒന്ന് തിളയ്ക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ടുള്ള താളിപ്പ് റെഡിയാക്കാം. ചീനച്ചട്ടി വെച്ച് ചൂടായി വരുന്ന സമയത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പം കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വാടി വരുന്ന സമയത്തിന് ഒരു വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഒരു വറ്റൽമുളകും കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് കുറച്ച് മാത്രം തേങ്ങ, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മാത്രം തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാണ് എരിശ്ശേരിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം കേട്ടോ. ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഓണസദ്യയുടെ ബാക്കി റെസിപ്പി 2-3 കറികളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഓരോരോ വീഡിയോകളായിട്ട് ഇടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇടും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ആവണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണേ. എരിശ്ശേരി എല്ലാവരും വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേങ്കിൽ ഈ ഒരു രീതി വെച്ചിട്ടില്ലാത്ത ആൾക്കാർ വെച്ച് നോക്കിയിട്ട് ഉറപ്പായിട്ടും അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അതേ ഈ ഒരു പരുവം കണ്ടോ, ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരെ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് എരിശ്ശേരിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എരിശ്ശേരിക്കകത്തോട്ട് ചൂടോടെ തന്നെ നമുക്ക് അരപ്പല്ല, നമുക്ക് ആ വറുത്തെടുത്ത ഇതില്ലേ താളിപ്പ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയാകും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കാവേ. അപ്പോൾ അടിപൊളി എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓണസദ്യക്കെന്നല്ല, സാധാരണ ദിവസങ്ങളിൽ മത്തങ്ങയൊക്കെ കൂട്ടത്തില്ലാത്ത പിള്ളേർക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത കറികളുടെ കൂട്ടത്തിലുള്ള ഒരു കറിയാണ് എരിശ്ശേരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. അഭിപ്രായം പറയാനും മറക്കരുത്. ഞാൻ ചോറ് ഉണ്ണുന്നതിൻ്റെ വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ എരിശ്ശേരിയും അതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതും ഇച്ചിരി മാങ്ങാച്ചാറും കൂടെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. ഈ ഒരു കറി മാത്രം മതി, എന്നാലും ഒരു രസത്തിന് വേണ്ടി വെച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗായ്സ്.